ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് കറിയാണ്. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. മെയിനായിട്ടൊരു 3-4 ടീസ്പൂൺ എണ്ണ മതിയാകും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത് മൂന്നും ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ചെറിയ ഉള്ളിയും നീളത്തിലരിഞ്ഞ സവാളയും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചായിരിക്കണം ഉള്ളിയും ചെറിയ ഉള്ളിയും എടുക്കാൻ. ഞാനിവിടെ ഒരു സവാളയും കുറച്ചധികം ചെറിയ ഉള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഉള്ളി മൂക്കേണ്ടതില്ല. ഒപ്പം തന്നെ കുക്കറിൽ നമ്മൾ ആവശ്യമായ ബീഫ് വേവിച്ചെടുക്കുക. അതിനായി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വേവിച്ചെടുക്കുക. ഉള്ളിയും ചെറിയ ഉള്ളിയും ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വേവിക്കുന്ന നേരത്ത് തന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉടനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത തക്കാളി, 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മസാലാസ് ആഡ് ചെയ്യാം. ഞാനിവിടെ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടെ തന്നെ പെരുംജീരകം ചതച്ചതും, ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇല്ലെങ്കിൽ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ മസാലയുടെ രുചി മുമ്പിൽ നിൽക്കും. അതിനായി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് വെള്ളം ചേർക്കാതെ നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കുക. അതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഉള്ളിയും ബീഫും മിക്സ് ചെയ്തെടുക്കുക. ഇനി ബീഫിൻ്റെ രുചി ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ അരിഞ്ഞു വച്ചേക്കുന്ന തേങ്ങാക്കൊത്തും മുളകും എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മൂത്ത് കിട്ടിയ തേങ്ങാക്കൊത്തും മുളകും നമ്മുടെ ബീഫ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ബീഫ് മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ നേരം വെച്ച് തിളപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇല്ല, കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം.